നമസ്കാരം. നമ്മൾ കൊല്ലം ജില്ലയിൽ ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളമായി. ആ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സാറിനെ ഒന്ന് വിളിക്കാം. സാർ ഉണ്ടോ എന്ന് പറയണം. ഏവർക്കും സ്വാഗതം. സാറിൻ്റെ വീട്ടിൽ നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. സാറിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത്. തീർച്ചയായിട്ടും ഇത് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കണമെന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. അതെടുത്തപ്പോൾ തന്നെ ഇത് എവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പാവൂർ ബയോഗ്യാസിൻ്റെ അഡ്രസ്സ് കിട്ടുകയും ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ പ്രൊപ്പറേറ്ററെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 കിലോ വേസ്റ്റ് ഇടുന്ന ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. എൻ്റെ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും, അത് മീൻ വെള്ളം വേസ്റ്റായാലും ഇറച്ചി വേസ്റ്റായാലും പച്ചക്കറിയുടെ വേസ്റ്റായാലും എല്ലാം ഇതിനകത്ത് നിക്ഷേപിക്കുകയും അതിൽ നിന്ന് വേണ്ട 1 മണിക്കൂറോളം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഗ്യാസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം അതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സ്ലറി എല്ലാ പച്ചക്കറികൾക്കും, അതുപോലെ വാഴ, ഇഞ്ചി, ഇതിനൊക്കെ ഞാൻ വളമായിട്ട് ഉപയോഗിക്കുകയാണ്. വളരെ ഉപയോഗപ്രദമായ സാധനമാണ്. എല്ലാ ആളുകളും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒന്നുമില്ല. ആദ്യമൊക്കെ നമുക്കും അങ്ങനെയൊക്കെ ധാരണകളുണ്ടായിരുന്നു. ഇങ്ങനെ കൊതുക് ഇതിനകത്ത് കൂട് കെട്ടുമോ അല്ലെങ്കിൽ സ്ലറിയുടെ സ്മെല്ല് വരും, ഒന്നുമില്ല. നമ്മൾ അറിയുന്നേ ഇല്ല. കാരണം മീൻ വെള്ളം എടുത്തൊഴിച്ചാൽ എന്ത് സ്മെല്ലാണോ അതൊന്നും ഇപ്പോൾ യാതൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പം തന്നെ ഈ ഭാഗത്തൊന്നും ഒരു കൊതുക് പോലും ഇല്ല. കാരണം നമ്മുടെ വീട്ടിൽ പച്ചപ്പിലുണ്ടാകുന്ന ഒരു കൊതുകല്ലാതെ ഇത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നില്ല. ഒന്നുമില്ല, സിമ്പിൾ. ഇതിനകത്ത് ഞാനല്ല കൂടുതൽ സമയം ഇടുന്നത്. ഇവിടെയുള്ള എൻ്റെ മക്കളോ വൈഫോ ആരെങ്കിലും ആയിരിക്കും ഇടുന്നത്. ജസ്റ്റ് 1-2 മിനിറ്റത്തെ പ്രോസസ്സേ ഉള്ളൂ. ബക്കറ്റ് കൊണ്ടുവന്ന് ഇതിനകത്ത് വേസ്റ്റ് കെട്ടുന്നു, കുറച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുന്നു, അടച്ചു വെക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഗ്യാസ് അതിൻ്റെ ഫോമായി ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് വരും. ഗ്യാസ് ഒക്കെ നമ്മൾ LPG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന LPG ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏറ്റവും 1 മണിക്കൂർ ഞാൻ കുടിക്കാനുള്ള വെള്ളമെല്ലാം തിളപ്പിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ ഗ്യാസ് ഉപയോഗിച്ചിട്ട്. എൻ്റെ ആവശ്യമുള്ള ഇപ്പം ഞാൻ വിറക് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വിറകാരും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വന്നതൊക്കെ പിന്നെ എനിക്ക് എൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം വിറകിൻ്റെ രൂപ തന്നെ ലാഭമായി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ 2000-3000 രൂപയുടെ വിറക് ഒരു മാസം കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വേണമായിരുന്നു. അതെല്ലാം ഉപയോഗപ്പെട്ടു. തീർച്ചയായിട്ടും. ബയോഗ്യാസിനെ കുറിച്ച് സാറെല്ലാം പറഞ്ഞു, സ്റ്റൗവിനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ സ്റ്റൗ കണ്ടിട്ട് നമ്മളിപ്പോഴാണ് പറയാൻ പോകുന്നത്. അന്നേരം ഈ സ്റ്റൗ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റൗ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്റ്റീലിന്റെ സ്റ്റൗ ആണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് ഈ ബ്രിക്കിന്റെ ഒരു സ്റ്റൗ ആണ് കൊടുക്കുന്നത്. അന്നേരം ഈ ബ്രിക്കിന്റെ സ്റ്റൗ സാർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു അനുഭവം. ഇതിന്റെ പ്രധാനമായിട്ട് ഇതിന് ചൂട് ഒരു അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ചൂടില്ല. ബ്രിക്സിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പിടിച്ചാൽ അതിന്റെ പ്രതലത്തിൽ എവിടെ തൊട്ടാലും ചൂട് അനുഭവപ്പെടത്തില്ല. അതിൻ്റെ മുകളിൽ മാത്രമേ ചൂട് വരുന്നുള്ളൂ. 2, ഇതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഈ ബ്രിക്സ് പിടിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇത് ഇൻഫ്ലേം എങ്ങനെ മറ്റ് LPG ആണെങ്കിൽ നമ്മൾ അറിയാതെ തുറന്നു കിടന്നാലോ പോയാൽ അത് അന്തരീക്ഷത്തിൽ വന്ന് ഏത് നിമിഷം കത്താനുള്ള സാധ്യതയുണ്ട്. ഇതിന് ആ ഒരു പ്രശ്നമില്ല. അതായത് എത്ര ഗ്യാസ് തുറന്നു പോയാലും തന്നെ തീ പിടിക്കത്തില്ല. നമ്മൾ തീ കത്തിച്ചു കൊടുത്താൽ മാത്രമേ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള തീ പിടിക്കുന്ന ഒരു വാതകം സ്പാർക്കിൽ കത്തത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി. അതുപോലെ 2, ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലുകളൊന്നുമില്ല. പൊതുവെ എൻ്റെ വീട്ടിൽ ആദ്യം എൻ്റെ വൈഫിനൊക്കെ സംശയമായിരുന്നു, ഈ ബയോഗ്യാസിന് എന്തെങ്കിലും മണം ഉണ്ടാവുമോ, അത് വെള്ളം കത്തിക്കുമ്പോൾ അതിന് ആ സ്മെല്ല് വരും, നമ്മൾ വിറക് കത്തിക്കുന്നതിന് മണം വരും. യാതൊരു പ്രശ്നങ്ങളുമില്ല. മണം ഗ്യാസ് LPG ഗ്യാസിൻ്റെ അതേ പർപ്പസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ കസ്റ്റമർക്കും നമ്മൾ ബ്രിക്കിന്റെ സ്റ്റൗ എന്ന് പറയുമ്പോൾ ബ്രിക്ക് സാധാരണ അവർ വിചാരിക്കുന്നത് ഈ വീട് പണിയുന്ന കട്ട,
ഇത് അതല്ലാണ് നമ്മളും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ റിഫ്രാക്റ്റീവ് ബ്രിക്കാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗിരണം ചെയ്യാനുള്ളത്. പിന്നെ അതിനകത്തൊരു അലൂമിനിയം കണ്ടന്റ് ചേരുന്നുണ്ട്. പിന്നെ വെയിറ്റ്, പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര വെയിറ്റ് കൊള്ളും, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ഇത്രയും വലിയൊരു കലനിറച്ച് വെള്ളമാണ് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 25 കിലോ എന്താ ഉണ്ട്. ഇതിന്റെ ഇരട്ടി ഒരു കലം വെച്ചാലും ഹോൾഡ് ചെയ്യും. വലിയ നമ്മൾ ഈ ബിരിയാണി ചെമ്പൊക്കെ വെച്ചാലും അതിനകത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗ്യാസ് തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. അതാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ ഏകദേശം എത്ര സമയം വരെ സാറിന് ഇതിനകത്ത് ഗ്യാസ് കിട്ടുന്നുണ്ട്? ഇതിനകത്ത് 1 മണിക്കൂർ വരെ. ഞങ്ങൾ വേസ്റ്റ് ഒരു 4 പേരുടെ കുടുംബത്തിനുള്ള വേസ്റ്റ് അല്ലേ ഉള്ളൂ. 5 കിലോ മാലിന്യം നിക്ഷേപിക്കാൻ നമ്മുടെ കാണത്തില്ല. അതാണ് എന്റെ സത്യം. 5 കിലോ മാലിന്യത്തിനുള്ളത് ഉണ്ടാവില്ല. കാര്യം ഒന്നിക്കൊന്നിനാണ് മീനിന്റെ വേസ്റ്റ് കണക്കുള്ളത്. അങ്ങനെയൊക്കെ പച്ചക്കറി വേസ്റ്റുകളാണല്ലോ കൂടുതൽ നമ്മൾ ഇടുന്നത്. ചക്കയൊക്കെ പഴുത്തൊക്കെ കിട്ടിയാലേ അത് ഉപയോഗമുള്ളൂ. ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചുള്ള സാറിന്റെ അനുഭവങ്ങളും അത് വിവരിച്ചതിന് സാറിന് വളരെയധികം നന്ദി. താങ്ക് യു.